അൽഫാമിൽ നിന്നും ഭക്ഷ്യവിഷബാധയുണ്ടായ ആൾക്ക് 96,500 രൂപ നഷ്ടപരിഹാരം നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധി. റാന്നി വെച്ചുച്ചിറ സ്വദേശിനി റീന തോമസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കിങ്സ് ബിരിയാണി കഫേയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് റീന തോമസിന് ഭക്ഷ്യവിഷബാധയേറ്റത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ 96,500 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇതെപ്പോഴാണ് ഈ അൽഫാം കഴിച്ച വിഷബാധ ഉണ്ടായത്? പ്രവീൺ, സ്മൃതി, പത്തനംതിട്ട റാന്നി ചെത്തോങ്കരയിൽ പ്രവർത്തിക്കുന്ന കിങ്സ് ബിരിയാണി കഫേ, അതിനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റാന്നി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരാണ് എത്തിയത്. ഈ അൽഫാം കഴിച്ചതിന് ശേഷം അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായി. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങും വഴി ഛർദി ഉൾപ്പെടെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ഇവർ വളരെ പെട്ടെന്ന് തന്നെ വീടിന് സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പോയി. പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവിടെയും ചികിത്സ തേടി. പിന്നീടാണ് ഈ ഒരു പരാതിയുമായി ഇവർ മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടൽ ഉടമയും അതിൻ്റെ മാനേജരും 96,500 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 21 ഈ പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം ഉണ്ടായതെന്ന് പരാതിക്കാർ പറയുന്നു. അത് റീന തോമസും സഹോദരിയും, അങ്ങനെ രണ്ടുപേരാണ് ഈ ഹോട്ടലിലെത്തി അൽഫാം കഴിച്ചത്. ഈ കഴിച്ചപ്പോൾ തന്നെ ഇവർക്ക് രുചിവ്യത്യാസം അനുഭവപ്പെട്ടിരുന്നു. അത് ഹോട്ടലിലെ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഇവർക്ക് ആ ഭക്ഷണത്തിൻ്റെ ബില്ല് നൽകേണ്ടി വന്നു. 740 രൂപ തങ്ങൾ ബില്ല് അടച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാർ പറയുന്നത്. കൂടാതെ ഈ ബാക്കി ഭക്ഷണം ഇവർ പാഴ്സലായി വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ മടങ്ങവെയാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. അങ്ങനെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഇവർ പരാതി നൽകുകയും ഇപ്പോൾ 96,500 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ദേശമംഗലത്ത്